ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി പരിശീലകനായ ലയണൽ സ്കലോണി അർജന്റീനയുടെ 26 സ്ക്വാഡ് പ്രഖ്യാപിച്ചു. വലിയ മാറ്റങ്ങളൊന്നുമില്ലെങ്കിലും നമ്മൾ കരുതാത്ത ചില മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് സ്ക്വാഡ് നോക്കാം. ഗോൾ കീപ്പറായിക്കൊണ്ട് ആസ്റ്റൺ വില്ലയുടെ എമിലിയാനോ മാർട്ടിനസ്, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ജുവാൻ മൂസോ, മാർസിലയുടെ ജിർണി മൊറൂളി, പ്രിയോത്തിൽ മാർസിലയുടെ ലിയനാർഡോ ബലേഡി, ഒളിമ്പിക് ലിയോന്റെ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, റിവർ പ്ലേറ്റിന്റെ ഗോൺസലോ മോണ്ടിയൽ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ലിസാൻഡ്രോ മാർട്ടിനസ്, ടോട്ടൻഹാം ഹോട്ട്സ്പറിന്റെ ക്രിസ്റ്റ്യോ റൊമേറോ, ബെൻഫിക്കയുടെ നിക്കോളാസ് ഒട്ടാമെൻഡി, മാർസെല്ലയുടെ ഫക്കുണ്ടോ മെദീന, അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ നൗഹേൽ മൊളീന, ബൊക്ക ജൂനിയേഴ്സിന്റെ ലിയാൻഡ്രോ പാരഡസ്, ഇന്റർ മിയാമിയുടെ റോഡ്രിഗോ ഡിപ്പോൾ, എസ്റ്റബർഗോയുടെ വാലന്റൈൻ ബാർക്കോ, റിയൽ ബെറ്റീസിനായി കളിക്കുന്ന ജിവാനി ലോസെൽസോ, ബയർ ലെവർകുസനായി കളിക്കുന്ന എക്സിക്കൽ പലാസിയോസ്, ലിവർപൂളിനായി കളിക്കുന്ന അലക്സിസ് മാക്കലിസ്റ്റർ, ചെൽസിയുടെ എൻസോ ഫെർണാണ്ടസ് എന്നിവരാണ് മധ്യനിരയിലുള്ളത്. മുന്നേറ്റ നിരയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഹൂലിയൻ അൽവരസ്, ഇന്റർ മിയാമിയുടെയും അർജന്റീനയുടെയും ക്യാപ്റ്റനായി ലിയണൽ മെസ്സി ടീമിനൊപ്പമുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് താരങ്ങളായ നിക്കോളാസ് ഗോൺസലസ്, തിയാഗോ അൽമേഡ, ഗുലിയോൻ സിമിയോൺ എന്നിവർ മുന്നേറ്റ നിരക്കൊപ്പമുണ്ട്. കോമ താരം നിക്കോളാസ് പാസ്, പാൽമിറസിന്റെ മാനുവൽ ലോപ്പസ്, ഇന്റർ മിലാന്റെ ലൗത്തോരോ മാർട്ടിനസ്. ഇതാണ് പരിശീലകനായ സ്കലോണി പ്രഖ്യാപിച്ച 26 സ്ക്വാഡ്. സൂപ്പർ താരങ്ങളായ ഫ്രങ്കോ മസ്റ്റൻഡാനോ, മാർക്കോ സെൻസി, മാർക്കസ് അക്യൂഞ്ഞ എന്നിവരൊന്നും ടീമിൽ ഇടം നേടിയിട്ടില്ല. യുവതാരങ്ങളായ നിക്കോപാസ്, വാലന്റൈൻ ബാർക്കോ എന്നിവരെല്ലാം ടീമിനൊപ്പമുണ്ട്. ഏതായാലും ശക്തമായൊരു സ്ക്വാഡ് തന്നെയാണ് സ്കലോണി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്കിനിയും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.